മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. തിരിയഞ്ചും തേടിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ. വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. വരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ, നിന്നെ തിരുതാലി ചാർത്തും കുഞ്ഞുമുകിലോ തിന്നലോ. മഞ്ഞാട മാറ്റിയുടുക്കും മഴവിൽ തിടമ്പേ, നിന്നെ മണിമാറിൽ മുത്തും രാത്രി നിഴലോ തിങ്കളോ. കുടനീർത്തുമാകാശം കുടിലായി നിൽക്കും ദൂരെ, പൊഴിയാക്കിനാവെല്ല മഴയായി തുളുമ്പും ചാരി. ഒരുപാട് സ്നേഹം തേടും മനസ്സിൻ പുണ്യമായി. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. ആ ഒരു കുഞ്ഞു കാറ്റു തൊടുമ്പോൾ കുളിരുന്ന കായൽ പെണ്ണിൻ കൊലുസിൻ്റെ കൊഞ്ചൽ നെഞ്ചിലുണരും രാത്രിയിൽ. ഒരു തോണി പാട്ടിലലിഞ്ഞൻ മനസ്സിൻ്റെ മാമ്പൂമേട്ടിൽ കുറുകുന്നു മെല്ലെ കുഞ്ഞു കുറുവാൽ മൈനകൾ. മയിൽ പീലി നീർത്തുന്നു മധുമന്ദഹാസം ചുണ്ടിൽ, മൃദുവായി മൂളുന്നു മുളവേണുനാദം നെഞ്ചിൽ. ഒരുപാട് സ്വപ്നം കാണും മനസ്സിൻ പുണ്യമായി. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. തിരിയഞ്ചും തേടിയൊന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ. വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. ഓ ഓ ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്.
അജൽ, ഹലോ. സൂപ്പർ സെലക്ഷൻ. Thank you. നല്ല പാട്ട്. താങ്ക് യു. ഓ, ഇത്തവണ അങ്ങനെ നോക്കിയില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. Thank you. നന്നായിട്ട് പാടി, സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു. ചോദിക്കാം നമുക്ക്. ഓക്കെ. ചേച്ചി, അജലെ ഉഗ്രണ്ട. താങ്ക് യു മാം. നൈസ്. താങ്ക് യു മാം. അജലിന്റെ കളലക്ഷണം ഇല്ലാതെ അതെ, നിന്ന് അസലായിട്ട് പാടി. താങ്ക് യു മാം. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അജല നന്നായി പാടി. താങ്ക് യു മാം. എനിക്ക് മോന തുടങ്ങിയ പല്ലവിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അനുപല്ലവി എത്തിയപ്പോഴാണ് അല്ലേ അവിടെ ഒരു അതേ പോർഷൻ തന്നെ ചരണത്തിലും തുടക്കം. ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ആ ഒരു. അതെന്തിനാ അവിടെ കോൺഷ്യസ് ആവുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അത് ആലോചിക്കുന്നത്. അത് രണ്ടാമത് പാടിയപ്പോ ബെറ്റർ ആയി. അത് ആദ്യം പാടുമ്പോ ഒരു ടെൻഷൻ, അത് ശരിയാവൂ, ഒന്നത് ശരിയാക്കിയേ. സന്ധ്യേ അവിടെ എന്താ ഒരു പൊട്ടല്? സന്ധ്യയെ സന്ധ്യേ നിൻ മഞ്ഞൾ തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ നിൻ. ആ വോയിസ് അവിടെ സ്ട്രെയിൻ ആവുന്നുണ്ട്. അതെന്താ അതങ്ങനെ? അത് ഏ വരുന്ന സ്ഥലത്ത് അങ്ങനെ സ്ട്രെയിൻ. സന്ധ്യേ ഏ വരുമ്പോ അവിടെ ഒരുപാട് കോൺഷ്യസ് ആവുന്നോണ്ടാണ് അത് ആ പ്രശ്നം വരുന്നത്. പിന്നെ മോനെ ആ മണിമാറിൽ മണിമാറിൽ മുത്തും രാത്രി നിഴലോ നിഴലോ തിങ്കളോ. ഈ സസ്റ്റെയിൻ വേണമായിരുന്നു അവിടെ. അത് പെട്ടെന്ന് അത് മോനത് കട്ട് ചെയ്തു. ചില ഭാഗങ്ങളൊക്കെ അക്ഷരങ്ങൾ കുറച്ചുകൂടി ആ എന്ന് ആവാം. മോനിപ്പോ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആ പണ്ട് അകാരം കിട്ടുന്നില്ല, ഓപ്പൺ ആവുന്നില്ല എന്നുള്ളതൊക്കെ കുറേ മാറി, ഒരുപാട് മാറി. പിന്നെ ഇപ്പൊ ഇത് കുറച്ച് വാക്കുകൾ, അക്ഷരങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. അതുപോലെ അനുപല്ലവി എൻഡ് ചെയ്തിട്ട് ഒരു ആകാരമില്ലേ അവിടെ, അതെന്താ? മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. അവിടെ ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. അതെനിക്കും അതും ആയതുകൊണ്ടാണോ പ്രശ്നം? നീ എന്തിനാ പിന്നെ ഇത് എടുത്തോണ്ടെന്ന്? അല്ലല്ല, അത് ക്ലാരിറ്റി ഇല്ല. ചക്കര ഇത് ഈ ആകാരമുള്ള പാട്ട് എടുത്തോണ്ടെന്നിട്ട് എനിക്ക് അല്ല, അത് സീനില്ലായിരുന്നു, കുഴപ്പമില്ല. അതല്ലാണ്ട് സ്ലിപ്പായി പോയതാ എനിക്ക്. അല്ല, അത് നേരത്തെ പാടിയപ്പോ ആ ഒരു ക്ലാരിറ്റി വന്നില്ല. ഒന്നും കൂടി ഒന്ന് ഫൈൻ ആക്കിയാൽ നന്നായിരിക്കും. അതാണ് എനിക്ക് കൂടുതലും തോന്നി. മയിൽ പീലി നീർത്തുന്നൊക്കെ ഓക്കെ ആയിരുന്നു. ആ മയിൽ പീലിയാണ് അതാ നേരത്തെ ചേർന്നില്ലായിരുന്നു. അതാ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതിന്റെ അകത്ത് ഇത് ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഹാപ്പി പാട്ടാണ്, നല്ലൊരു മെലഡി ഉള്ള പാട്ടാണ്. അപ്പൊ നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ഈ പോർഷൻസ് വരുമ്പോ എന്ത് പറ്റി എന്നുള്ളൊരു ചെറുതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കും. അജലിന് പറ്റാത്തത് കൊണ്ടല്ല, കുറച്ചുകൂടി ഒന്ന് ഇതിന്റെ മേലെ പരിശ്രമിക്കാമായിരുന്നു. ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്, നന്നായി പാടി, മനസ്സിലായിട്ട് തന്നെ പാടി. എന്നാൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാമായിരുന്നു എനിക്ക് തോന്നി. അതർവൈസ് ഗുഡ്. താങ്ക് യു ചേച്ചി. എം ജി സർ. അജല് കുജലേ സാർ, പാട്ട് നല്ല സെലക്ഷൻ. പറഞ്ഞ പോലെ പാട്ട് മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഒരു റെക്കോർഡിങ്ങിലാണെങ്കിലും നമ്മൾ വെളിയിൽ പാടുമ്പോഴാണെങ്കിലും, ഇപ്പം ഇവിടെ പാടി ഇതൊരു കോമ്പറ്റീഷനിൽ പാടുന്നു, അപ്പം ആ ഒരു ലാൻഡിങ് നോട്ട് വെറുതെ പാടിക്കേ. മഞ്ഞക്കിളി തുണ്ടുവല്ല പാടിച്ചില്ലേ, അതൊന്ന് പാടിക്കേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. ചിന്തുണ്ടേ എടുത്തോടെ ചിന്തുണ്ടേ ആ ഫീല്, കാവടി ചിന്തും ചിന്തുണ്ടേ. ആ ഒരു ഫീല് ചിന്തുണ്ടേ. അത് അത്രയല്ലേ ഞാൻ പറഞ്ഞ. അപ്പൊ അടുത്ത ഹമ്മിങ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഹമ്മിങ് എങ്ങനെ പാടും? ചിന്തുണ്ടേ ആ ആ പിന്നെ അതിനൊക്കെ ഫീല് വേണം. പുലർക്കാല സന്ധ്യ നിന്റെ ഇപ്പൊ പാടിച്ചു. അതുപോലെ തന്നെയാണ് കായൽ പെണ്ണ്, സെയിം സംഗതി തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ മാമ്പൂമേട്ടിൽ അതിൻ്റെ ആ മൃഗ, അവിടെ ആ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്വപ്നം കാണും, എങ്ങനെയാണ് അത് പാടുന്നത്. അവിടെയൊക്കെ നല്ല ഫീല്, ഒരുപാട് ദാരി അങ്ങനെ ഒരു ഗ്ലൈഡ് ഉണ്ട് അവിടെ. ഒരുപാട് ഒരുപാട് സ്വപ്നം കാണും, ആ ഒരു ഫീലുണ്ട്. ഒരുപാട് സ്വപ്നം കാണും മനസ്സിൻ പുണ്യമായി. അത്ര അല്ലെ, ആ സുഖം വേണം. മഞ്ഞക്കിളി, ഇത് ഈ പാട്ടിനും ത്രൂ ഔട്ടായിട്ട്. ഇപ്പം മഞ്ഞക്കിളിയുടെ
അതൊക്കെ എടുക്കുമ്പോൾ അതൊരു നല്ല മഞ്ഞക്കിളിയായിട്ട് നമുക്ക് തോന്നണം. സാർ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല, നല്ലൊരു പാട്ട്. അജല് കുജല്. എം ജി സാർ, ആ. ഞങ്ങൾക്കൊരു 2 lines പാടിത്തരുമോ? ഏത് ഈ പാട്ട് കേട്ടാ മഞ്ഞക്കിളി. അജല്? അല്ല, ഇത് അജല് മഞ്ഞക്കിളി ആവാൻ പാടില്ലേ? സാർ പ്ലീസ്. അജല് കുജല് തന്തനത്തനം പാടി വാ സടക്ക് 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 സടക്ക്. അജല് കുജല് തന്തനത്തനം പാടി വാ സടക്ക് 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 സടക്ക്. മീശയില്ല കൗണ്ടറേ മുരശുമുട്ടി പാടട്ടെ തായ്മൊഴിയിൽ താളമേള മംഗളം. മീശയില്ല അജലനെ താളം മുട്ടി പാടട്ടെ നാനനിൽ താളമേള മംഗളം. തങ്കമാന തന്നനാന തന്നനാന താന നേരി താളം തുള്ളാം അജല് തളന്നെല്ലാം അജല് തലാനെ അജല് ആനനേനി വാ. ഇപ്പൊ ശിവനന്ദയ്ക്ക് മാത്രല്ല അജലിനും പാട്ടായി. താങ്ക് യു സാർ. ശരത് സാർ. അജലേ, സാർ നല്ല ഉഗ്രം പാട്ടാണ്. ഉഗ്രം പാട്ട്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചെക്കനുണ്ട്. ആരാണെന്ന് പറയാം എനിക്ക്? കേസരിഷൻ. നമ്മുടെ ഹരിശങ്കർ. അവനൊരു കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഇതൊരു സ്റ്റേജിൽ പാടുന്നത്, അയ്യോ നല്ല ചക്കരയായിട്ട് നിന്ന് പാടുന്നത്. അപ്പൊ അത് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ പെട്ടെന്ന് മിസ് ചെയ്തു ചക്കര. അവനെ നന്നായിട്ട് പാടിയത്, സാർ, താങ്ക് യു സാർ. നന്നായിട്ട് പാടി. അവന് ചക്കര ഈ വരമഞ്ഞൾ അതൊന്ന് പാടാമോ? വരമഞ്ഞൾ വരമഞ്ഞൾ തേച്ചു കുളിക്കും. വരമഞ്ഞൾ തേച്ചു അതിനകത്തൊരു രാഗഭാവം ഉണ്ട്. വരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർകാല സന്ധ്യേ നിന്നെ സന്ധ്യേ നിന്നെ തിരുതാലി ചാർത്തും കുഞ്ഞുമുകിലോ തിങ്കളോ. കോമ്പസിഷൻ. അവൻ ഇതൊക്കെ നോക്കണം കേട്ടോ. പിന്നെ കുടിലായി കുടനീർത്തുമാകാശം കുടിലായി നിൽക്കും ദൂരെ. ഈയിടെ ഇപ്പോഴും ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് ആ ബൃഹാസനൊക്കെ നിനക്കൊരു സ്ട്രെയിൻ തോന്നും. അത് കോൺഷ്യസ് ആയിട്ട് പാടണം. കോൺഷ്യസ് അല്ല, നീ ഒന്നിൽ ഓവർ പ്രാക്ടീസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ പ്രാക്ടീസേ ചെയ്യുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാർ നല്ലോണം. അതിപ്പോ കൂടുതൽ ചെയ്യുന്നു. അത് ചെയ്യണ്ടാട്ടും ചിരിക്കുന്നോടാവുന്നത് ദൂരെ നീരാ. അത്രയൊക്കെ ഉള്ളടാ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി. എന്നാലും എനിക്ക് അജലിനെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ. താങ്ക് യു സാർ. ലവ് യു പറ സാർ. ലവ് യു സാർ. ലവ് യു ടൂടാ. താങ്ക് യു സാർ. ഷാനിക്ക. അജലേ, സാർ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ് അജൽ. അജല് അസലായിട്ട് പാടി. താങ്ക് യു സാർ. അവനെന്തോ അറിയാവുന്നല്ലേ? അതെ അതെ അതൊക്കെ എനിക്കറിയാം. എനിക്ക് ഈ പറഞ്ഞ പോലെ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ, ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ, അവിടെയായിരുന്നു ആ ഒരു ചെറിയൊരു ഗ്ലിച്ച് പോലെ ഒന്ന് ഫീൽ ചെയ്തു. അതൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് അജല്. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. അജൽ കുജൽ മാർക്സ് ചോദിക്കാം. ഓക്കെ. എം ജി സാർ, ആ അജൽ കുജലിന് സാറിന്റെ അജലിന് മാർക്ക് കൊടുക്ക്. അജല് കുജലേ സാർ 9.3. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരത് സാർ 9.3 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. അജൽ ആ കളലക്ഷണമൊക്കെ കളഞ്ഞതിന് നല്ല മാർക്സ്. താങ്ക് യു. Okay, so total 18.6. Thank you. Super.